ഹലോ ചങ്ങായിമാരെ, അമീറാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിലാണ് ഞാനുള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം ശംഖുമുഖത്ത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം രാവിലെ 7 മണിക്കാണ്. ഇന്നലെ രാത്രി 7 മണിക്ക് കുന്നംകുളത്ത് നിന്ന് പുറപ്പെട്ട് നമ്മളെ വേണ്ടപ്പെട്ട കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി ചെയ്യാനാണ് അദ്ദേഹം കുവൈത്തിൽ നിന്നും വന്ന നമ്മുടെ വേണ്ടപ്പെട്ട ചേട്ടന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വണ്ടി വേണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എയർപോർട്ടിലേക്ക് ഞാൻ വണ്ടി കൊണ്ടു കൊടുക്കാണ്ടി വന്നതാണ്. വണ്ടി കൊണ്ടുകൊടുത്ത് അവരുടെ ഫാമിലിയുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ നല്ലൊരു സ്ഥലമായ ശംഖുമുഖം ബീച്ചിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് എയർപോർട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മൾ ചേട്ടന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ചേട്ടനെ പിക്ക് ചെയ്തിട്ട് ശംഖുമുഖം ബീച്ചിൽ വന്നിട്ട് ചേട്ടനും ഫാമിലിയും വന്നിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ചേട്ടനോട് ഫാമിലിയോട് ചോദിക്കാം. ചേട്ടൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് വണ്ടിയെക്കുറിച്ച് അന്വേഷിച്ചതും വണ്ടിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾ ഫോണിലൂടെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, വാട്സപ്പിലൂടെയുള്ള ബന്ധം. ആ ഒരൊറ്റ ബന്ധത്തിൻ്റെ പേരിലാണ് ഇത്ര വിലയുള്ള വണ്ടി ചേട്ടൻ വാങ്ങിച്ചത്. ചേട്ടനോട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ചോദിച്ചത്. എങ്ങനെയാണ് ചേട്ടൻ നമ്മളെ പരിചയം? യൂട്യൂബ് ചാനലാണ്. ചേട്ടൻ കുവൈത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട്? ഒരു മാസം. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട്? എന്താ അഭിപ്രായം? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല ഇതുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് വിശ്വാസമാണല്ലോ. അത് അപ്പോൾ ചേട്ടൻ നമ്മളൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ചും ചേട്ടനക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അഭിപ്രായം. 2010 വണ്ടിയാണ്, G4 ആണ്. നമ്മൾ ടൈപ്പ് 4 ആക്കി പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടാണ്. വണ്ടി കഴുകാത്തത് എന്താ വെച്ചാൽ നമ്മൾ അവിടുന്ന് ഒരു 100-300 കിലോമീറ്റർ ഓടി വന്ന ഒരു കുറവ് മാത്രമേ വണ്ടിമേലുള്ളൂ. കഴുകി വൃത്തിയാക്കിയിട്ടുള്ളൊരു വീഡിയോ നമ്മളിതിൽ കൂടുന്നുണ്ട്. ചേട്ടൻ്റെ ഫാമിലി, വൈഫും മോളും പേരക്കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. നമുക്കവരോട് വിവരങ്ങൾ ചോദിച്ചറിയാം. ഇത് ചേട്ടൻ്റെ മരുമകനാണ്. മകന് അമ്മയാണ് വന്നിട്ടുള്ളത്. ഇവരോട് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെയാണ് വണ്ടി ഓടിച്ചിട്ടുള്ള, ഇവരൊക്കെ വണ്ടി ഓടിച്ചു നോക്കിയ ആൾക്കാരാണ്. എന്താണ് അവരുടെ അഭിപ്രായം എന്നറിയാം. എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ബസ് എന്താ അഭിപ്രായം വണ്ടി ഓടിച്ചു? കൊള്ളാലോ. ചേച്ചി ഇഷ്ടപ്പെട്ടോ? വണ്ടി ഇഷ്ടപ്പെട്ടോ ചേച്ചി? പോയില്ല, വണ്ടി ഇഷ്ടമായോ? അത് മതി. അപ്പം നമ്മൾ ചാവി കൈമാറാൻ പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാം.